ഹലോ ഗൈസ്, ഞങ്ങൾ ഈ 3 പേരും കൂടെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ട് പോവാണെന്നല്ലേ പറഞ്ഞു തരാം. കഴിഞ്ഞ ഗ്രോസറി വ്ളോഗിൽ ഒരു വിൻ്റർ ഷോപ്പിങ്ങിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിനാണ് ഈ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി കണ്ടിട്ട് വായോ. ദേ ഈ മോള് കണ്ടോ, ഇതാണ് ഇവിടുത്തെ സിറ്റി പാർക്ക്. വിൻ്ററൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ എല്ലായിടത്തും ക്യാപ്പും സ്കാർഫൊക്കെ കാണാം. ഞങ്ങളിതേ ഫസ്റ്റ് ബൂട്ട്സ് മേടിക്കാൻ കയറി. കാര്യം എന്നാണ് ഈ ഷോപ്പിൻ്റെ നെയിം. അങ്ങനെ ഞാൻ ദേ ഈ ബൂട്ടൊന്നും എടുത്ത് ട്രൈ ചെയ്തു. ബട്ട് അതെനിക്ക് ഇട്ടപ്പോൾ അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഗൈസ്? പിന്നെ നീതും ഒരു ബൂട്ട് എടുത്ത് ട്രൈ ചെയ്യണുണ്ട്. പിന്നെ ട്രൈ ഞങ്ങൾക്കൊരു പുത്തിരി അല്ലല്ലോ. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഒരു റഷ്യൻ അമ്മച്ചി അതേ സെയിം ബൂട്ട് ഇട്ടുകൊണ്ട് വരുന്നു. അപ്പം എൻ്റെ മൂട് പോയി, ഞാനത് അവിടെ വെച്ചിട്ട് പോകുന്നു. ഐഷയുടെ ഷോപ്പിംഗ് നേരത്തെ കഴിഞ്ഞു. സോ അവൾ കട്ട പോസ്റ്റിലാണ്, ഞങ്ങളിവിടെ തകർത്ത ട്രൈയിലും. അപ്പോൾ ദേ നീത് വരുന്നു. ലെഫ്റ്റ് വേണോ അതോ റൈറ്റ് വേണോ? അവൾ കൺഫ്യൂഷനിലാണ്. അങ്ങനെ അവൾ ലെഫ്റ്റ് ഫിക്സ് ചെയ്തു. പിന്നെ ഇവിടെ 2 ബൂട്ട്സ് എടുത്താൽ ഒരു ഷൂ ഫ്രീ ആണ്. സോ ഞാൻ ജസ്റ്റ് ഒരു ഷൂസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? അങ്ങനെ ഞങ്ങൾ ബൂട്ട്സൊക്കെ എടുത്ത് സെലക്ട് ആക്കി അവിടെ നിന്ന് ഇറങ്ങി. എന്താ ഒരു സന്തോഷം. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. സോ ഇവിടെ ഇപ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും, നല്ല ഡെക്കറേഷൻ ലൈറ്റ്സ് ഒക്കെ ആയിട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബില്ല് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു വിശപ്പ്. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ബർഗർ കിങ്ങിലാട്ടോ നമ്മൾ പോയേ. ഞാനും അഖിലേന്തേ ഫുഡ് ഓർഡർ ചെയ്യാണ്. ഐഷ അവിടെ ഫുഡ് വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ ആദ്യമേ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വന്നേ. പിന്നെ ഈ ബർഗർ കിങ്ങിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഐസ്ക്രീമും പിന്നെ അൺലിമിറ്റഡ് കോളയും കുടിക്കാനാണ്. അൺലിമിറ്റഡ് എവിടാണോ അവിടെയല്ലേ മലയാളം ഉണ്ടാവണ്ടേ. ഷെയറിങ് ഈസ് കെയറിങ് എന്ന ഒറ്റ മുദ്രാവാക്യം നമ്മളിത് തലങ്ങും വിലങ്ങും വാരിക്കൊടുക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 പേരും 3 ഫുഡാണ് ഓർഡർ ആക്കിയേക്കണേ. റഷ്യയിലത്തെ ഫുഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ മനുഷ്യന്മാരെങ്ങനെ ഐസ്ക്രീം കഴിക്കണേ? ദേ ഇങ്ങനെയല്ലേ. പക്ഷെ നമ്മുടെ അഖില എങ്ങനെ കഴിക്കണേന്നറിയോ? അവളുടെ കയ്യിരിക്കണ നഗറ്റ്സാണ്. പക്ഷെ അതിൻ്റെ ടച്ചിങ്സ് എന്താണെന്നറിയോ? സോസ് അല്ല ഗായ്സ്, ഇത് ഐസ്ക്രീമാണ്. ഒരു വേർഡ് കോമ്പിനേഷനായിട്ട് തോന്നിയില്ലേ? ഇവൾക്ക് ഇതിനെപ്പറ്റി നല്ല മതിപ്പാ. നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാം, പക്ഷെ ഞാൻ സപ്പോർട്ടല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി അഖിലയ്ക്ക് ഒരു ജാക്കറ്റ് കൂടെ എടുക്കണം. ഞങ്ങൾക്ക് 2 പേർക്ക് നേരത്തെ ജാക്കറ്റൊക്കെ വാങ്ങിയതാ. ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാല്ലേ? ഈ കടയിൽ ഇങ്ങനെ ഒരുപാട് നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കി നിന്നാൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ. പക്ഷെ ഇതൊന്നുമല്ല, എൻ്റെ കണ്ണ് നേരെ ചെന്ന് ഉടക്കിയത് ഈ ഡ്രസ്സിലാണ്. എന്താ ഈ ഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അയ്യോ, നമ്മൾ ഇവർക്ക് ജാക്കറ്റ് എടുക്കാനല്ലേ വന്നത്, അതങ്ങ് മറന്നു. ഇത്രയും നേരം നമ്മളിതേ ഈ കുരുപ്പിനായിട്ട് കളിക്കുകയായിരുന്നു. വന്നപ്പോൾ തൊട്ട് നമ്മളിവനെ നോട്ടം ഇട്ടതാ. ഇതിൻ്റെ ഇടയിൽ അവളൊരു ജാക്കറ്റൊക്കെ സെറ്റാക്കി നിൽക്കുക. അങ്ങനെ അതവൾ ഫൈനലൈസ് ഒക്കെ ചെയ്ത്. അല്ലേലും അവൾക്ക് ഈ കളറിലൊരു നോട്ടമാണ്. എന്നോട് ചോദിച്ചപ്പോൾ അറിയാതെ ഞാൻ ആ കളറിന് രസമാണെന്ന് പറഞ്ഞു. പിന്നെ എവിടെന്നോ അതേ കളറിലൊരു തൊപ്പിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കാണ്. അവൾക്കത് ഇഷ്ടമായി, പക്ഷെ അത് എടുത്തേന്നുമില്ല. അങ്ങനെ 2500 രൂപ ഇവിടെ പൊട്ടിച്ചിട്ട് നമ്മൾ വേഗം ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അങ്ങനെ ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ഷോപ്പിലൊക്കെ കയറിയിട്ട് വെറുതെ വിലയൊക്കെ തിരക്കും. ഈ കടയിൽ കയറിയ ഒരു കൊറിയൻ ജാപ്പനീസ് വൈബ് അടിക്കും. അവിടുത്തെ കുറേ ഫുഡ് ഐറ്റംസിൻ്റെ പല വേർഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ അതാ കൊറിയൻ നൂഡിൽസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഷോപ്പിൽ ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഈ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കയറാറില്ല. ഇവിടെ ഒരുപാട് നല്ല ടോട്ട് ബാഗ്സ് ഉണ്ടെങ്കിലും എനിക്കിഷ്ടമായത് ഈ മഞ്ഞയാ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഈ ഭാഗം ഫുൾ ക്യൂട്ട് പാവകളാണ്. അതിലെ ഒരു മുയൽക്കുട്ടാവിനെ ഞാനിങ്ങനെ എടുത്ത് അതിനൊന്ന് തിരിച്ചു മറിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ റേറ്റ് കണ്ട്. വെറും 1200 റൂബിൾസ്. ഇവിടെ എല്ലാ കടയിലും പാവകൾക്ക് ഈ റേറ്റ് ഒക്കെ തന്നെയാണ്. എടുത്ത പോലെ ഞാനതങ്ങ് തിരിച്ചു വെച്ചു. ദേ ഇവൻ എൻ്റെ ഔട്ട്ഫിറ്റായിട്ട് മാച്ചല്ലേ. പിന്നെ ഇതൊക്കെ മാളിൽ വന്ന മസ്റ്റ് ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റഷ്യൻ സ്റ്റുഡൻസ് എന്തോ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കണ്ടത്. സമയം രാത്രിയായിരുന്നു ആരും വിചാരിക്കേണ്ട. ഇത് ജസ്റ്റ് 4:30-5 മണി ടൈം ആയിട്ടേ ഉള്ളൂ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.